ഹലോ, ഇന്ന് രാവിലെ ഒരു കഷായം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വല്ലാത്ത ജലദോഷവും ചുമയും മണ്ടയടപ്പും സഹിക്കാൻ വയ്യ. അതുകൊണ്ട് രാവിലെ നവരയില, പനിക്കുറുക്ക ഇല, കുരുമുളക്, കരിപ്പട്ടി, ചുക്ക് ഇതെല്ലാം കൂടി ഇട്ടൊരു നല്ല അടിപൊളി കഷായം. നല്ല എരിവുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഒരു കഷായമൊക്കെ ഇട്ട് അങ്ങ് കുടിച്ചിട്ടാണ് ഞാൻ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയത്. ഇവിടെ നിന്ന് അങ്ങ് പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കടലയും മുട്ടയൊക്കെ അടുപ്പി വെച്ചൊന്ന് പുട്ടാണ്, പുട്ട് പരിപാടിയാണ്. അച്ചമ്മയ്ക്കാണ് എന്നും പുട്ട്. ഇന്ന് അച്ചമ്മേൻ്റെ പുട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് പുട്ടും കടലക്കറിയൊക്കെയാണ്. കടലക്കറിയായിട്ടൊന്നുമല്ല, കട്ടിയായിട്ട് അതൊക്കെയാണ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി കഞ്ഞിക്കൊക്കെ അടുപ്പിലിട്ടു. പിന്നെ കുറേ കുടംപുളി കിട്ടിയിട്ട് മാസങ്ങളായി. നല്ല വെയിലായതുകൊണ്ട് ഒരിക്കലും ഉണങ്ങൂല. വെയിൽ ഒരു കാലം മഴ മാറൂല എന്ന് തോന്നുന്നു. മഴ കാരണം മനുഷ്യർക്ക് വെളിയിറങ്ങാനും വയ്യ, അസ്വസ്ഥതയും എല്ലാം ചെയ്ത് വെച്ചപ്പോൾ പാലുകാരൻ അങ്ങോട്ട് വന്നു. അങ്ങനെ ഇറങ്ങി പാൽ വാങ്ങിച്ചു. പാലുകാരനറിയാൻ ഞാൻ ഇവിടെ വീഡിയോയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവില്ല. ഇങ്ങനെ അവൻ പാലൊക്കെ തന്നിട്ട് പോവുകയാണ്. ഞാൻ മൈൻഡ് ചെയ്യാതെ കയറി പോയി. അങ്ങനെ പാലൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. മുട്ട കടലയൊക്കെ റെഡിയായി. ഇങ്ങനെ കടലക്കറി വയ്ക്കാൻ പോവുകയാണ്. കടലക്കറിക്ക് വേണ്ടി സാധാരണ എല്ലാം പോലെ തന്നെ എല്ലാം ഇട്ട് വഴറ്റി കഴിഞ്ഞു. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. ഞാൻ ഈ ഗരം മസാലയൊന്നും ഇടില്ല കേട്ടോ ഇതിലേക്ക്. പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് കടലയും കൂടി ഒന്ന് അരച്ചെടുത്തു. 2-3 കഷ്ണം അണ്ടിപ്പരിപ്പൊക്കെ കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് നല്ലോണം അരച്ച് കുറുക്കിയെടുത്ത് മുട്ടയെല്ലാം കൂടി ഇട്ട് നല്ല സൂപ്പർ കടലപ്പെരട്ട് റെഡിയായി. അതങ്ങ് മാറ്റി വെച്ച ശേഷം ഒരു മീൻ കറി വയ്ക്കാമെന്ന് ചോദിച്ചു. ഇത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് വഴിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ. ഈ തല എനിക്കാണ്, അതാണ് ഞാൻ അങ്ങനെ മറിച്ച് വയ്ക്കുന്നത്. അങ്ങനെ അത് ഞാൻ കോട്ടയം സ്റ്റൈലാണോ, തിരുവനന്തപുരം സ്റ്റൈലാണോ, നെയ്യാറ്റിൻകരയാണോ, കാസർഗോഡാണോ ഒന്നും അറിഞ്ഞൂടാ. ഞാനങ്ങ് ഒരു കറി അങ്ങ് ചോദിച്ചു. പക്ഷേ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് പുട്ട് കൊണ്ടാട്ടാണ്. പുട്ടും പപ്പടവും കടലയും മുട്ടയുമായിട്ടൊക്കെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വൈകുന്നേരത്തേക്ക് എൻ്റെ സ്വന്തം വള്ളിപ്പയറാണ്. ഇതെനിക്ക് അവകാശം, എനിക്ക് മാത്രമേ ആവശ്യമുള്ളൂ. വള്ളിപ്പയറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് കഴുകി റെഡിയാക്കാം. അങ്ങനെ ആദ്യം അമ്മിയെ ഒതുക്കി വയ്ക്കാമെന്ന് കരുതി. അമ്മി പരിപാടി കഴിഞ്ഞ ശേഷം ബാക്കി ചെറിയ വീഡിയോകളാണ്. ഞാൻ എൻ്റെ കഥയും കഥാപ്രസംഗമൊക്കെ നിർത്തിയതുകൊണ്ട് ഇനി ഇതൊക്കെ തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇനി എന്നത് കഥ പറയാതിരിക്കണേ ഇല്ലേ. എഴുതിത്തള്ളിയ കഥകളൊന്നും ഇനി നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിനോട് ശരിയല്ല. അതുകൊണ്ട് ഞാനങ്ങ് നിർത്തി. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് കാരണമെന്ന്. എന്ത് കാരണം, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ല ഇല്ലേ. നിങ്ങൾക്ക് സമാധാനമായി, എനിക്കൊരു സന്തോഷമായി. പിന്നെ ഞാൻ തൂപ്പും പരിപാടികളും വെളിയിലുള്ള അടുക്കളയെല്ലാം ഒതുക്കി കഴിഞ്ഞ ശേഷം അകത്ത് കയറി. കുറേ ഇനിയുണ്ട് കേട്ടോ. എനിക്കിപ്പം ജോലി പെട്ടെന്നൊന്നും തീരൂല, കുറച്ച് ജോലി കൂടുതലാണ്. ഇങ്ങനെ തകർത്ത പണിയാണ്. ഇവിടെ പാത്രമൊക്കെ കഴുകി ഇവിടെ എല്ലാം ഒതുക്കിയ ശേഷം അകത്ത് കയറി അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാനുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരോടും എനിക്ക് പ്രത്യേകിച്ച് പറയണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം പ്ലീസ്. നിങ്ങളൊക്കെ എന്തിനാണ് മടി കാണിക്കണം? എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ച ഊണ് തുടങ്ങി. പയറ് തോരൻ, മെഴുക്ക് വരട്ട്, മീൻകറി, മുട്ട, രസം,